ഹലോ, നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നിപ്പോൾ രാവിലെ കടിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കുഞ്ഞാപ്പൂന് കടി ഉണ്ടാക്കിയാലും നമ്മൾ കാര്യമായിട്ടൊന്നും കഴിക്കുന്നില്ല. അത് ഞാൻ വെച്ച് ലേശം അരിയും ചെറുപയറും ലേശം ഉലുവയൊക്കെ ഇട്ടിട്ട് ലേശം കഞ്ഞി വെച്ച് കൊടുക്കാൻ ലേശം ഉലുവ ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഇനി അതിൻ്റെ ടേസ്റ്റ് വേണ്ടി കുടിക്കാതിരിക്കേണ്ടതെന്ന് വെച്ചിട്ട് അതെല്ലാം കൂടെ ഇട്ട് കഞ്ഞി വെച്ചപ്പോൾ എന്താക്കി ഞങ്ങൾക്കും കൂടെ ഉള്ളത് അങ്ങോട്ട് വെച്ചു. അത് അങ്ങോട്ട് രാവിലെ എല്ലാവരും കഞ്ഞിയാണ് കേട്ടോ കുടിച്ചേ. അത് അലക്കിയിട്ട് ഒരു ബക്കറ്റ് കൊണ്ടുവച്ചിട്ടുണ്ട് കേട്ടോ. മൊത്തം നമ്മളെ വേക്കോസ്റ്റെല്ലാം മണ്ണ് ഇടിഞ്ഞു വീണു. ഒരു മഴ പെയ്യുമ്പോഴത്തേക്ക് നമ്മളെ അവസ്ഥ ഇതാണ് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ മണ്ണ് വീണ് വലിയൊരു കല്ലൊക്കെ ഉണ്ട് കേട്ടോ. ഉരുണ്ട് വീണിട്ട് കല്ലും മണ്ണൊക്കെ ആയിട്ട് നാലഞ്ച് കൊട്ടയെന്നല്ല 5-6 കൊട്ട മണ്ണുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും കൂടെ വാരിക്കളയാൻ മഴ ഒന്ന് പെയ്ത് തുടങ്ങുന്നേ ഉള്ളൂ. അതിൻ്റെ തൊട്ടപ്പുറത്തൊരു വലിയ കല്ല് കിടക്കുന്നുണ്ട് കേട്ടോ. ഒരു വലിയ കല്ല് കിടക്കുന്നുണ്ട് അപ്പുറത്ത്. വലിയ കല്ല് ഞാൻ എടുത്തിട്ട് അനങ്ങുന്നുണ്ടായിരുന്നില്ല. തുണി രാവിലെ അലക്കിക്കൊണ്ട് വെച്ചാട്ടോ മഴ തോർന്ന സമയത്ത്. ഇന്നലെ അലക്കിയിട്ടതുമുണ്ട്, ഇന്ന് അലക്കിയിട്ടതുമുണ്ട്, എല്ലാം കൂടി ആയിട്ട് അഴകൾ ഏകദേശം നിറഞ്ഞു കേട്ടോ. അത് നമ്മളെ കുഞ്ഞാപ്പും ഉണ്ട് എൻ്റെ കൂടെ തുണി അറിയിടാൻ വന്ന് നിൽക്കുന്നുണ്ട്. അത് പിന്നെ ആരെങ്കിലും പുറത്ത് ചാടാ കാത്തിക്കും പുറത്ത് ചാടാൻ. അത് തണുപ്പായതുകൊണ്ട് വാതിലും തുറക്കുന്നില്ല. നമ്മൾ ഈ പുഴ സൈഡ് ആയതുകൊണ്ട് തന്നെ ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് നല്ല തണുപ്പാണ് കേട്ടോ. ഇത്രയും ദിവസം ചൂടേന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തണുപ്പേന്നായി കേട്ടോ. ഒരു ദിവസം വാല് തുറന്നിട്ട് ചൂടെടുക്കുന്നതെന്ന് അറിയുന്നത്, ഇപ്പോൾ തണുക്കുന്നത് വാലടച്ചിട് എന്ന് പറയുന്ന അവസ്ഥയാണ് ഇപ്പോൾ. അന്നേരം കടലൊന്നും എത്തുന്നില്ല. അന്നേരം എന്തെല്ലോ കളി കളിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ചക്കര വീഡിയോ എടുക്കുമ്പോൾ ഹായ് എല്ലാം പറയുന്നുണ്ട്. വീഡിയോ ഓണാക്കി കഴിഞ്ഞാൽ അവൾ പറയുന്ന ഒരേ ഒരു കാര്യമാണ് ഹായ് ബായ്. ഈ രണ്ട് കാര്യമാണ് കേട്ടോ പറയുന്നത്. ഇപ്പോൾ ബെൽഷീറ്റൊക്കെ ഒന്ന് അലക്കിയിട്ട് കുറേ ദിവസമായി ബെൽഷീറ്റ് അലക്കാണ്ട്. അന്നേരം വെച്ചിട്ടൊക്കെ ഒന്ന് വെയിലറച്ചാലോ എന്ന് വെച്ചിട്ട് ബെൽഷീറ്റ് അലക്കിയാൽ നോക്കുമ്പോൾ വെയിലറച്ചിട്ടില്ല കേട്ടോ. ഇനി പഴകളൊക്കെ കൂടുതലായിട്ട് കെട്ടണം. രാവിലത്തെ കഞ്ഞൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ പരിപാടിയൊക്കെ ചെയ്തത് കേട്ടോ. തുണി ആറിയിടൽ, അടിച്ചു വാരൽ, അങ്ങനത്തെ കുറച്ച് പണികളുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തു. കറിക്ക് തന്നെ ഇന്ന് പരിപ്പും ഒരു ചെറിയ കഷ്ണം വെള്ളരിയൊക്കെ കൂടെ ഇട്ടിട്ടൊരു കറിയാണ് കേട്ടോ വെക്കുന്നത്. അതിലാണ്ട് പച്ചമുളകെല്ലാം മുറിച്ചിട്ട് ഉപ്പും മഞ്ഞളൊക്കെ ഇട്ട് അടുപ്പത്ത് വെച്ചാണ് കേട്ടോ. അതൊരുവിധം വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ തേങ്ങ അരച്ചിടണം. ഇനിയിപ്പോൾ ഉപ്പേരിക്കുള്ളത് ലേശം ചീര ഉണ്ട്. അന്നേരം ചക്കക്കുരുവും കൂടെ ഇട്ടിട്ട് ചക്കക്കുരുവും ചീരയും കൂടെ തോരൻ വെക്കാം കേട്ടോ. ചീരയൊക്കെ നമുക്ക് ഒരു പിടി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തികയില്ല. എല്ലാവരും ഉള്ളല്ലേ വിചാരിച്ചിട്ട് ചക്കക്കുരുവും കൂടെ ഇട്ടാകുമ്പോൾ 2 നേരം കൂട്ടാലോ വിചാരിച്ച് തേങ്ങ അരച്ചിടുക. ഇതിപ്പോൾ തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളി മഞ്ഞപ്പൊടിയൊക്കെ കൂടിയിട്ട് അരച്ചിട്ട് അതങ്ങോട്ട് കൂട്ടി വെച്ചു കേട്ടോ. പിന്നെ വറവിടലൊക്കെ കാത്തുകൊണ്ടായിട്ടാണ് ചെയ്തത്. അടുപ്പിൽ തീ ഉണ്ടാകുമ്പോൾ കയ്യോടെ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഗ്യാസ് ഇതാക്കണ്ടല്ലോ വിചാരിച്ചു. മഴക്കാലല്ലേ, പണിയെല്ലാം കുറവല്ലേ. അന്നേരം പിന്നെ ഗ്യാസ് വേഗം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പണി വേഗം കിട്ടും. ഇല്ലാത്തപ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് നല്ലോണം അറിയാം. ഇനി മഴയും കൂടി ആയതുകൊണ്ട് ഗ്യാസും കൂടി ഇല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളും കൂടെ തുറന്നു കഴിഞ്ഞാൽ 8ൻ്റെ പണിയാവും കേട്ടോ. രാവിലെ ചോറും കറിയെല്ലാം ആക്കുമ്പോഴത്തേക്കും നല്ലൊരു പണിയാണ്. കറണ്ട് ഇല്ലെങ്കിൽ അത് വേറൊരു പണിയാണ്. ഇനിയിപ്പോൾ ഒന്നും പറയണ്ട. അപ്പോൾ മഴ ഒന്ന് വരുമ്പോഴത്തേക്ക് തന്നെ കറണ്ട് 110 പ്രാവശ്യം നമുക്ക് ഉണ്ടാവില്ല. അതിലൊന്നും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ കറണ്ട് ഇല്ല. പോയും വന്നും കളിക്കണ്ടായിരുന്നു കേട്ടോ. അതിപ്പോൾ നമുക്ക് കറി വറവിടാത്തതുകൊണ്ട് വെച്ചാണ് കേട്ടോ. നമുക്കിനിയിപ്പോൾ പറഞ്ഞ അവസ്ഥ പറഞ്ഞാൽ എല്ലായിടത്തും വെള്ളപ്പൊക്കം കാണുമ്പോൾ പേടിയാണ് കേട്ടോ. വീട്ടിൻ്റെ മുന്നിലുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ വെള്ളം കയറുമോ എന്നുള്ള ടെൻഷനാണ്. ബേക്ക് വശത്ത് മണ്ണിടിയോ എന്നുള്ള ടെൻഷനാണ്. എല്ലാം കൂടെ മഴക്കാലം എന്ന് പറഞ്ഞാൽ ടെൻഷൻ അടിച്ച് കഴിയും. നമുക്കെല്ലാം വിചാരിക്കില്ല മഴക്കാലമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് പുതച്ച് മൂടി കടന്നുറങ്ങാൻ. നമുക്കൊന്നും അത് നടക്കില്ല കേട്ടോ. ചാണൊന്നും ഇവിടെ ഉറക്കേ ഉണ്ടാവില്ല മഴയായി കഴിഞ്ഞാൽ. നല്ലോണം മഴ പെയ്ത് കഴിഞ്ഞാൽ മൂപ്പർക്ക് അങ്ങനെ ഉറക്കം വരില്ല. പേടിയാണ് വെള്ളം കയറുമോ. ഒന്നാമത് ഈ എലിയെല്ലാം മണ്ണ് കുത്തി മുമ്പശത്തെല്ലാം എലിമടയാക്കി വെച്ചത്. അതിൻ്റെ ഉള്ളിൽ കൂടെ എല്ലാം വെള്ളം കയറിയിട്ട് ഉള്ളിൽ കൂടെ വെള്ളം കയറി കഴിഞ്ഞിട്ട് നമ്മളെ മുമ്പശെല്ലാം ഒരുവിധമൊക്കെ ഇടിഞ്ഞു പോയതല്ല. ഇനി ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ ആ വീടുണ്ടാവില്ല. ഓരോ കൊല്ലം വിചാരിക്കും പുതിയ വീട് എപ്പോൾ വെക്കും നല്ല വീഡിയോയിലും പറയും പോലെ എന്ന് വെച്ചിട്ടൊന്ന് മനസ്സമാധാനത്ത് കിടന്നുറങ്ങുന്നൊന്നും അറിയില്ല. ദൈവം എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. അതിൻ്റെ കറിയൊക്കെ ഇതായിട്ടുണ്ട്. വറവിട്ടു. ഇനി ആ ചട്ടിയിൽ തന്നെ നമ്മളെ ചക്കക്കുരുവും കൂടെ അടങ്ങ് അടുപ്പത്ത് വെക്കാൻ വിചാരിച്ചു കേട്ടോ. എന്നാൽ പിന്നെ അവിടെ ഇരുന്ന് വെന്തോളൂ. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വേണം കേട്ടോ എനിക്ക് പോയിട്ട് ആ മണ്ണൊക്കെ ഒന്ന് കോരിയിട്ട് ബാത്റൂമിൻ്റെ സൈഡിലൊരു ചെറിയ ചാലൊക്കെ ഒന്ന് കീറി കൊടുക്കാണ്ട്. വെള്ളം അവിടുന്ന് വന്ന് ബ്ലോക്കായിട്ട് ഒലിച്ചു പോകുന്നില്ല. കെട്ടിക്കടന്നിട്ട് ഇന്നലെ അതിലൊക്കെ പരക്കെ വെള്ളം ഒഴുകിയായിരുന്നു ഇപ്പോൾ രാത്രിത്തെ മഴയിൽ. അന്നേരം അതൊക്കെ ഒന്ന് ശരിയാക്കണം. ഞാൻ ഉച്ചവരെ പണിയുള്ളൂ കേട്ടോ. അന്നേരം ഉച്ചയാകുമ്പോൾ ചാണ്ടം വരും. അന്നേരം മൂപ്പരടങ്ങ് പണിയെടുത്ത് വന്നിട്ട് നമ്മൾ ഇടങ്ങറക്കുന്ന മോശമല്ല. അന്നേരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന പണികൾ നമ്മളങ്ങ് ചെയ്യുക. ഇവിടെ രണ്ടും കൂടെ പെരുവടിയാണ് കേട്ടോ. മഴയായതുകൊണ്ട് എല്ലാവരും കുളിയെല്ലാം നേരത്തെ കഴിഞ്ഞ്. കുഞ്ഞാപ്പ് കുളിച്ചിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഞാൻ കുളിച്ച് കഴിഞ്ഞിട്ട് വേണം ഓളെ കുളിപ്പിക്കുന്നത് വെച്ചാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് മേലെല്ലാം ചളിയാവും. പിന്നെ ഞാൻ കുളിച്ച് ചെയ്യാണ്ട് ഓളെ തൊടാൻ പറ്റില്ല. കുളിച്ച് കഴിഞ്ഞൊക്കെ അപ്പം തന്നെ ഉറങ്ങും വേണ്ടി വരും. ഇപ്പോൾ മണ്ണെല്ലാം ഏകദേശം കോരിക്കൊണ്ട് ഇട്ടതിന് ശേഷം കേട്ടോ വീഡിയോ എടുത്തത്. ചക്കര ഇലിയിലൊക്കെ പോയിട്ട് വീഡിയോ എടുക്കാൻ ആളുണ്ടായിട്ടില്ല. അന്നേരം മണ്ണെല്ലാം കോരി കഴിഞ്ഞപ്പോൾ ഓള് വന്നത്. അന്നേരം പിന്നെ ഓളോട് പറഞ്ഞു ഒന്ന് വീഡിയോ എടുക്കാൻ ഇത് ഏതായാലും ഇടിഞ്ഞു വീണ കാണിച്ച് എന്നാൽ കോരിക്കളഞ്ഞ് വൃത്തിയാക്കിയതും കൂടെ ഒന്ന് കാണിക്കട്ടെ നന്ദി. അന്നേരം ഓള് എനിക്ക് ലേശം എടുത്തു. വീഡിയോ ഒക്കെ എടുത്തു തരാൻ ഭയങ്കര മടിയായിട്ടൊക്കെ എന്തോ ഭാരപ്പെട്ട കാര്യം പറയും പോലെയാണ് ഇവരുടെ കാര്യം. കയ്യും കാലും പിടിക്കണമെന്ന് വീഡിയോ എടുത്തു തരാൻ.
ഇവിടെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് മണ്ണിട്ട് എന്താ പറയുക, അവിടെ നിന്ന് ഇങ്ങനെ ബേക്കോസ് നല്ല ഒലിച്ച് വരുന്ന വെള്ളം നേരെ ഇങ്ങോട്ടേക്ക് അടുക്കളേൻ്റെ അങ്ങോട്ടേക്ക് വരും. അന്നേരം അവിടെ ഇങ്ങനെ കല്ല് വെച്ചിട്ട് ആ ബാക്കി വന്ന മണ്ണെല്ലാം തടുത്തൂട്ടിയിട്ട് അവിടെ ഇങ്ങനെ തുമ്പ് പോലെ ആക്കി വെച്ചു. അന്നേരം ആ വെള്ളം ഇങ്ങനെ ഒലിച്ചിങ്ങോട്ടേക്ക് വരില്ലല്ലോ. ഇത് പുതിനേൻ്റെ കേട്ടോ, പുതിനേൻ്റെ ബക്കറ്റിൽ നല്ലോണം പിടിച്ചിട്ടുണ്ടായിരുന്നു. അന്നേരം അവിടെയൊക്കെ കടയാൻ മലയിലും കുത്തിയിട്ട് ഫുള്ള് വലിയ വലിയ മടയാക്കി വെച്ചിട്ട് രാവിലെ ഞാൻ എണിച്ച് നോക്കുമ്പോൾ ഈ പുതിന വെച്ച ബക്കറ്റ് ഉണ്ട് താഴെ കിടക്കുന്നു. അത് ഞാൻ പോയി എടുത്തുകൊണ്ടിരിക്കുക ചെയ്ത് അപ്പുറത്ത് കൂടെ പോയിട്ട്. അന്നേരം ആ കുണ്ടിലെല്ലാം ഒന്ന് മണ്ണിട്ട് വെച്ചിട്ട് അത് അവിടെ എടുത്തങ്ങ് വെച്ചതാണ് കേട്ടോ. അവിടെ പ്ലാസ്റ്റിക് ഇട്ട് വെച്ചതാണ്. അന്നേരം ഈ ഒലിച്ച് ഷീറ്റിൽ നിന്നെല്ലാം വീഴുന്ന വെള്ളം അതിൻ്റെ അകത്തേക്ക് വീണിട്ട് അവിടെ വീഴുന്നതുകൊണ്ട് അവിടെ ഷീറ്റ് ഇട്ട് വെച്ചാണ് കേട്ടോ. ഇതാ കുഞ്ഞാപ്പൂവും ഇവരെല്ലാവരും മേലുണ്ടേ. ചാട്ട ഇന്നലെ രാത്രി ഞങ്ങൾ നോക്കുമ്പോൾ ഇതുവരെ പുറത്തെ മുറീൻ്റെ സൈഡ് ചോരുന്നുണ്ടായില്ല കേട്ടോ. ഇന്നലെ രാത്രി നോക്കുമ്പോൾ ഫുള്ള് വെള്ളം ഇറങ്ങുന്നുണ്ട്. അന്നേരം പൊന്നൂൻ്റെ അടുത്ത് കൊണ്ട് കൊടുക്കും, പൊന്നു വെച്ച് തരും. അന്നേരം എന്താക്കി അവിടെ ചാണ്ട ഷീറ്റ് ഇടാൻ വേണ്ടി പണി കഴിഞ്ഞ് വന്നിട്ട് മുകളിൽ പെരപ്പുറത്ത് കയറിയിട്ടുണ്ട്. അന്നേരം ഇവരെല്ലാവരും മേലോട്ട് കയറി കേട്ടോ. മഴ മൂടിയിട്ടുണ്ടോ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ കേട്ടോ. കോടയും മഴയെല്ലാം മൂടി, മഴയൊക്കെ തോർന്നിട്ടുണ്ടാകുമ്പോൾ നല്ല രസം ഉണ്ടാവില്ലേ കാണാൻ. കോടയൊക്കെ ഇങ്ങനെ വന്ന് തുടങ്ങുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. അന്നേരം ഞാൻ ഒന്ന് ഇങ്ങനെ വീഡിയോ എടുത്താണേ. ആയിരുന്നുണ്ടോ, ഇത് നമ്മൾ പണ്ട് കണ്ണിലിറ്റിച്ച് കളിക്കില്ലേ, നമ്മളെല്ലാം ചെറുപ്പത്തിലെല്ലാം ഇങ്ങനെ മഴേൻ്റെ മറ്റേ പുല്ലിൻ്റെ അകത്ത് ഉണ്ടാകുന്ന വെള്ളം ഇങ്ങനെ ഇറ്റിച്ചിട്ട് കണ്ണിലിട്ടിരിക്കുമ്പോൾ നല്ല തണുപ്പല്ലേ. അന്നേരം മക്കൾക്ക് ഞാൻ ഇതൊരിടക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ നാളൊക്കെ മുന്നേ അവരിപ്പോൾ അവർ കണ്ടോ അത് വന്നിട്ട് ഇങ്ങനെ പറിച്ചിട്ട് കണ്ണിലിറ്റിച്ച് കളിക്കുക കേട്ടോ. അന്നേരം ഞാൻ രണ്ട് മൂന്ന് ആഴ്ചയായിട്ടോ ഇവിടെ ഒരു പക്ഷിക്കൂട് കണ്ടിട്ട് അതിലിങ്ങനെ ഒരു കിളി ഇങ്ങനെ എന്ന് വന്നു പോകുന്നതാണ് തുണിയിടാനും അതിനൊക്കെ മേലെ കയറുമ്പോൾ. ഒരു കഷ്ടകാലത്ത് ഞാൻ അവിടെ കയറിയപ്പോൾ പറഞ്ഞു പോയി ഇതിൻ്റെ അകത്തൊരു കിളിക്കൂടുണ്ട്. അത് ഇതാ എൻ്റെ മക്കളാണ്. നേരത്തേക്ക് അയ്യോ തന്നെ പോയി വീഡിയോ ഒക്കെ എടുത്ത് നോക്കുമ്പോൾ കണ്ടോ കുഞ്ഞു മക്കളാണ് കേട്ടോ, വിരിഞ്ഞിട്ടൊന്നുമില്ല. നമ്മൾ ഇരട്ടത്തലച്ചി എന്നൊക്കെ പറയില്ലേ, അതിൻ്റെ കുട്ടിയാണ് കേട്ടോ. 2 എണ്ണം ഉണ്ട്. ഒരു വീടുണ്ട്. നമ്മളെ കുഞ്ഞാപ്പൂ ഉണ്ടോ മേലെ കയറിയിട്ട് കുടയെല്ലാം കൊണ്ടുപോയിട്ടിട്ട് പോയിട്ടോ. ഓളെ പരിപാടി ഇത്, ഓളെ എവിടെ നിൽക്കുന്ന അവിടെ എല്ലാം കളഞ്ഞിട്ട് അങ്ങ് പോകും. ആ കുടയെല്ലാം ഇട്ടിട്ട് ഓളെ അതിൻ്റെ കാര്യം ഓർമ്മയില്ല. പിന്നെ പൊന്നൂസ് പോയിട്ട് എടുത്തിട്ട് തന്നെയാണ് കേട്ടോ. അന്നേരം ഞാൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് ഇവരവിടെ ഫുള്ള് വീഡിയോ എടുക്കലാണ്ട്. എന്തെങ്കിലും ഒരു സംഗതി കാണിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ചൊറയാണ്, പിന്നെ അതിമ തന്നെ ഇരിക്കും. എന്നിട്ട് ഞാൻ കാണിച്ചു കൊടുക്കാണ്ടിരുന്നതാണ്. പക്ഷേ ഓര് അതവിടെ നിന്നപ്പോൾ ഞാൻ കഷ്ടകാലത്തിനൊന്ന് അതുമലേക്ക് നോക്കിപ്പോയി. നേരത്തെ ഓരോത് കണ്ടുപിടിച്ചിട്ടോ. പിന്നെ വന്നിതാ കുളിയെല്ലാം കഴിഞ്ഞ് ചോറിന് കേട്ടോ. കുഞ്ഞാപ്പൂ ഉറങ്ങി കേട്ടോ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.